അങ്ങനെ ഇളക്കുന്നതാണ് ഇത്. തിങ്കൾ മുതൽ വെള്ളി വരെ ഫുൾ ബാറ്ററിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. എന്നാൽ വെള്ളി നൈറ്റ് ആകുമ്പോഴേക്കും എന്തോ ഈ ബാറ്ററി അങ്ങ് വീക്കാവാനായിട്ട് തുടങ്ങും. അങ്ങനെ ബാറ്ററി കുറഞ്ഞ് ചാർജൊക്കെ കുറഞ്ഞ് ഒരു വീക്കാവുന്ന ഡേ ആണ് കേട്ടോ ഈ ഒരു സൺഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് സൺഡേ ആണ് കേട്ടോ. സൺഡേ മോർണിംഗ് ആണ് ഇത്. ഗുഡ് മോർണിംഗ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റിട്ടുള്ളത്. എഴുന്നേറ്റതല്ല, എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചതാണ് എൻ്റെ മോള്. എനിക്ക് പോകാൻ നേരത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ സാറ്റർഡേയും സൺഡേയും ഒഴിവ് കിട്ടിയിട്ടില്ല. സാറ്റർഡേ അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സൺഡേ നമ്മൾ അഭിഷാദ് ഗുരുവായൂരിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കുന്നുംകുളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകണം. അതിനാണ് അവൾ നേരത്തെ തന്നെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് കേട്ടോ. സാധാരണ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും അതിലേക്ക് മാച്ചായിട്ടുള്ള കറികളും ഒക്കെ ഉണ്ടാക്കി നേരത്തെ ടേബിളിൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുത്താൽ പോലും അതിൽ നിന്ന് ഒരു ശകലം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണ ആളാണ് എന്നെ വിളിച്ചിട്ട് ഇന്ന് ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത്. ഇവിടെ സൺഡേ മെനു എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയതും അതുപോലെ പഴം പുഴുങ്ങിയതാണ് കേട്ടോ. ആ ഒരു ഇതിലാണ് നമ്മൾ മൈൻഡിൽ വെച്ചിട്ടാണല്ലോ ഈ കിടക്കുന്നത്. കിടന്നിട്ട് അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ സാധാരണ സമയത്ത് തന്നെ എഴുന്നേക്കും. എന്നിട്ട് വീണ്ടും ഫോണൊക്കെ തോണ്ടി അങ്ങനെ ഇരിക്കുകയുള്ളൂ. മടി പിടിച്ചിട്ട് ഇരിക്കുന്നതാണ്. അതാണ് ഞാൻ ഈ ബാറ്ററി കുറവ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ മുട്ട പുഴുങ്ങിയും പഴം പുഴുങ്ങിയ ഈ ഒരു ടൈമിൽ നമ്മളെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല കുശാലായിട്ടുള്ള ലഞ്ചായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അന്നാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. കാരണം എല്ലാവരും വീട്ടിലുള്ള ദിവസം ബിരിയാണി അല്ലെങ്കിൽ മന്തി അതിങ്ങനെ മാറി മാറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈ. അങ്ങനെ ആ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു 6 കുക്കർ ഉണ്ട് കേട്ടോ. 3 കുക്കർ ഞാൻ വാങ്ങിയതും ഒരു 3 കുക്കർ എനിക്ക് കേക്കിൻ്റെ മത്സരത്തിൽ പ്രൈസ് അടിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ. സ്കൂളുള്ള ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു 5 കുക്കറും യൂസ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പണികൾ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ മുട്ട പുഴുങ്ങുന്നതായാലും ചേമ്പ്, കൂർക്ക അങ്ങനത്തെ പച്ചക്കറികൾ നമ്മൾ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നമ്മൾ കുക്കറിലല്ലേ വേവിക്കാൻ വെക്കുക. അതുപോലെ പച്ചക്കറി ഉണ്ടാക്കുന്ന ദിവസം അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിയാനായിട്ട് എല്ലാ കുക്കറും യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കറിലാണോ മുട്ടയൊക്കെ പുഴുങ്ങാറുള്ളത്? അതുപോലെ പഴം പുഴുങ്ങാനായിട്ട് ഞാൻ അപ്പുറത്ത് വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് പഴം അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ ഞാൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് എഴുന്നേറ്റാൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യാൻ വേണം. അപ്പോൾ ആ കുക്കർ ഒറ്റ വിസിലടിച്ചാൽ മതി. അത് ഓഫ് ചെയ്യുക. ഇനി അതിൻ്റെ ആ ഒരു സ്റ്റീം പോണ ടൈമിൽ നമ്മളതൊന്ന് തുറന്നിട്ട് അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കർ കുലുക്കിയെടുക്കുക. കുലുക്കിയതിന് ശേഷം തുറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളി കോഴിമുട്ട കിട്ടും കേട്ടോ. അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ആക്കാതെ സെയിം ആ ഒരു ബർണറിലേക്ക് നെക്സ്റ്റ് കുക്കർ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് തട്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബിരിയാണി വഴറ്റി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഞാനിതുപോലെ ഈ ഒരു ഐറ്റംസ് ഒക്കെ ആദ്യം ഒന്ന് 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കും കേട്ടോ. എന്നാൽ പിന്നെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. ഇതൊരു പണ്ടാരി അഥവാ ബിരിയാണി വെക്കുന്ന ആൾ, കാറ്ററിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവില്ലേ, അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആകെയുള്ളൊരു മെനക്കെട് അതിങ്ങനെ വഴറ്റി നിൽക്കണം അല്ലേ. അപ്പോൾ പിന്നെ അതൊന്ന് ഈസിയാക്കാൻ നല്ലതാണ് കേട്ടോ. ഇന്ന് സൺഡേ ഈ ഒരു ദിവസം നമ്മൾക്ക് ഒരു കേക്കാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. ഇത് തലേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ പഴവും റെഡിയായി. ഇനി അതിൻ്റെ അവസാനത്തെ മിനുക്ക് പണിയായിട്ടുള്ള പേരെഴുതലും കുറച്ച് ഷുഗർ ബോൾസ് വിതറലും കൂടിയുള്ളൂ കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കേക്ക് സൺഡേ കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഡെലിവറി ചെയ്യാനുള്ളതാണ്. ഇത് പേരെഴുതി ബോക്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇക്കാനെ കൊണ്ട് ഡെലിവറിയും ചെയ്യിപ്പിക്കണം. കാരണം സൺഡേ വീട്ടിലിക്ക ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മളതിന് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ജോലിയും എൻ്റെ തലയിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. പിന്നെ അത്രയും വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഇക്കാനെ കൊണ്ട് ചെയ്യിക്കാറുള്ളത്. പറഞ്ഞ് 3-4 വിസിൽ കുക്കറും 2 വിസിൽ ഞാനും ഒക്കെ അടിച്ച് അങ്ങ് അപ്പുറത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിതാ നെക്സ്റ്റ് ഒരു പാന് വെച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ അധികവും ബിരിയാണി വെക്കാറുള്ളത്. ആദ്യമൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലെ സ്റ്റൈൽ അനുസരിച്ചിട്ട് പുഴുങ്ങിയ രീതിയിൽ മീൻസ് സവാളൊക്കെ വഴറ്റി അതിലേക്ക് ചിക്കൻ ഇട്ട് അതിൽ കിടന്നിട്ട് വേവിച്ചിട്ട് അപ്പോൾ ചിക്കനെ കാണാൻ വെള്ള കളറിലിരിക്കും. ഇപ്പോൾ ദാ മസാലയൊക്കെ പുരട്ടിയിട്ട് നല്ല റെഡ് കളറായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ അവിടെ കിടന്നിട്ട് വേവട്ടെ. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും മോള് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിനല്ല ആ ഒരു ക്ലാസ്സിൽ കേൾക്കാനായിട്ട്. പിന്നെ ഇതാ എൻ്റെ പാത്രം കഴുകിയിട്ട് ഇതുപോലെ ഉണക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ടേബിളും സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിലാണ് കേട്ടോ ഉണക്കാനായിട്ട് വെക്കാറുള്ളത്. ഉണങ്ങിയതിന് ശേഷം പിറ്റത്തെ ദിവസം ചിലപ്പോൾ കബോർഡിലേക്ക് എടുത്തേക്കും. അല്ലെങ്കിൽ പിറ്റത്തെ ദിവസവും നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള പാത്രങ്ങളാണ്. അങ്ങനത്തെ അപ്പോഴേക്കും വാമി എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ അവളെ പല്ല് തേച്ച് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. മൂഡ് വല്ലാണ്ട് ശരിയില്ല, എന്നാലും കൊടുത്തു നോക്കാം.
സാധാരണ ദിവസങ്ങളിൽ 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കൂട്ടോ. 5:30 മുതൽ 7 മണി വരെ ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം റെഡിയാക്കും. അതിനുള്ളൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ഞാൻ ഈ എല്ലാ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഉപ്പേരിക്കുള്ളതായാലും ഇനിയിപ്പോൾ വെജിറ്റബിൾ പച്ചക്കറികളൊക്കെ കറി വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ളതും ഒക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കൂട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പിറ്റത്തെ ദിവസം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ ഓരോന്ന് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്ക് കാർട്ടൂൺ ഇല്ലാതെ ഒന്നും അങ്ങോട്ട് ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു വാശിയിലാണ് ഇരിക്കുന്നത്. ആദ്യമൊക്കെ ടി വിയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഇടിമിന്നലിൽ നമ്മളെ ടി വി അങ്ങ് സമാധിയായി. അതിന് ശേഷം പിന്നെ അത് ഫോണിലേക്ക് മാറി. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ശീലം വന്നത്. ഇത് നല്ലതല്ല എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിലും ഞാനിത് മാറ്റാനായിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. എങ്കിൽ കൂടി കുറച്ച് നേരം കഥകൾ കേൾക്കാനുള്ള ക്ഷമയുള്ളൂ. കണ്ടാ വായും പൊത്തിയിട്ടിരിക്കുകയാണ്. ഇനി ഇത് മുന്നിലേക്ക് കണ്ട് വെച്ച് കൊടുത്താൽ ചവക്കുന്നത് പോലും പറന്നിട്ട് അവൾ അങ്ങ് വിഴുങ്ങിക്കോളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മളെ നെയ്മർ എഴുന്നേറ്റിട്ടുണ്ട്. പാത്രം എടുക്കണ മടിക്ക് ഒറ്റടിക്ക് മുട്ട വിഴുങ്ങിയിട്ട് ഇതാ പഴവും കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പ്ലേറ്റ് കഴുകണ്ടല്ലോ. ഏത് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും അവരവരുടെ സമയത്ത് വന്നിട്ട് കഴിച്ചു പോകാറാണ് പതിവ്. അങ്ങനെ എടുത്തു കൊടുക്കാറൊന്നുമില്ല. അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും, ആവശ്യമുള്ളവർക്ക് എടുത്ത് കഴിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ജോലി മാത്രം ചെയ്യാറുള്ളൂ. പിന്നെ കഴിച്ച പാത്രങ്ങൾ അവരവർ തന്നെ കഴുകി വെക്കണം. അപ്പോൾ കരുതും ഇവൾക്ക് നല്ല സുഖമാണല്ലോ, കൊള്ളാലോ, അവരെ പാത്രങ്ങൾ ഒക്കെ ഇവരെന്നെ കഴുകുന്നുണ്ടല്ലോ എന്ന്. ആ ഒരു പ്ലേറ്റ് അവർ കഴിച്ചിട്ടുള്ള ആ ഒരേ ഒരു പ്ലേറ്റ് മാത്രമാണ് അവർ കഴുകുന്നത്. ബാക്കി ഉണ്ടാക്കിയ പാത്രങ്ങൾ മൊത്തത്തിൽ നമ്മൾ കഴുകി വെക്കണം കേട്ടോ. ഒരുമിച്ച് കഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ മോള് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിലോട്ട് പോകും. അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകും. അത് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴാണ് മോന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 8:30 ആകുമ്പോഴാണ് എൻ്റെ വാമി എഴുന്നേൽക്കുന്നത്. വാമി ഞാനും ഒരുമിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. അതെല്ലാം കഴിഞ്ഞ് 10 മണിയാകുമ്പോഴാവും ഇക്ക കഴിക്കാൻ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനെന്തിനാ റെസിപ്പി പറയുന്നതല്ലേ, നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ അങ്ങ് ഉണ്ടാക്കിക്കോളൂ. ഞാനിപ്പം ആ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ഗരം മസാലകൾ അഥവാ കറുകപ്പട്ട, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള സകലമാന ഐറ്റങ്ങളും അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ വഴറ്റിയിട്ടില്ല, കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഐറ്റം ഉണ്ടല്ലോ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഷടപടെ എന്നങ്ങോട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്ത് കഴിയും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കുക്കിങ്ങും അതുപോലെ കേക്ക് മേക്കിങ്ങും ഒക്കെ നടന്നു പോണേ എന്ന്. എല്ലാവർക്കും പറ്റൂടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നിങ്ങളത് ശ്രമിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾക്ക് എന്നും പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസം നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് സ്മൂത്തായിട്ട് നടന്നു പോയിക്കോളും. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഇന്ന് കിടക്കുമ്പോൾ രാത്രിയല്ല, നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം തന്നെ നമ്മൾ ചിന്തിക്കണം. അഥവാ നമ്മൾക്കിപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉച്ചയാകുമ്പോഴേക്കും അത് വെള്ളത്തിലിട്ട് വെക്കണമല്ലോ അരി. അല്ലാതെ നമുക്ക് രാത്രി ഉദ്ദേശിച്ചിട്ട് നാളെ ദോശ ഇഡ്ഡലി വേണമെന്ന് വെച്ചാൽ നടക്കില്ല. ഇതേ നമ്മളെ ഹെൽപ്പർ ഒരു വിധത്തിൽ സമ്മതിക്കില്ല കേട്ടോ. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതുവരെ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തിയപ്പോഴാണ് ഈ ഒരു ജോലിക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തൈര് എന്തായാലും അവളാണ് ഉണ്ടാക്കിയതെന്ന് അവളങ്ങ് വിചാരിച്ചോട്ടെ. എല്ലാ ഉപ്പും കാര്യങ്ങളൊക്കെ അളവിനിട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇയാളിപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് വേറെ ഒന്നിനുമല്ല, അവനക്ക് എൻ്റെ ഈ ഒരു വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം അവനക്ക് എൻ്റെ ഫോണിൽ ഗെയിം കളിക്കാനായിട്ട്. അപ്പോൾ അതിനാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുപ്പ് എപ്പോൾ കഴിയുമെന്നും ചോദിച്ച് നടക്കുന്നത്. ആ ഒരു സമയം അവളെ വാശി പിടിപ്പിക്കാനായിട്ട് വെറുതെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എനിക്ക് തോന്നുന്നതേ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് നമ്മളെ വീട്ടമ്മമാർക്കാണ് കേട്ടോ. കാരണം വീട്ടമ്മമാർക്ക് പുറത്ത് പോയിട്ട് വേറൊരു ജോലി ചെയ്യാനില്ലല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ ചെയ്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് സമയം റീൽസ് കാണാനും വീഡിയോസ് കാണാനും, ഇപ്പോൾ ഇതുപോലെ എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ കാണാനും നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ. നേരെ മറിച്ച് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മ ആണ് എന്നുണ്ടെങ്കിൽ, ഇതുവാ ടീച്ചർ അതുപോലെ ബാങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ പോകണ മുന്നേ അവർ വീട്ടിലെ എല്ലാ ജോലിയും ഒതുക്കണം. അതിനുശേഷം അവർ ജോലി സ്ഥലത്തേക്ക് പോകണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നാലും ബാക്കി ജോലികൾ ചെയ്തു വെക്കണം. പിറ്റന്നാൾ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ആ ഒരു പണികളൊക്കെ ചെയ്തു വെക്കണം. അത്രയൊന്നും കഷ്ടപ്പാട് വീട്ടമ്മ മാത്രമായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല. സാധാ തിങ്കൾ മുതൽ വെള്ളിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ കുക്കിംഗ് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളതും അതുപോലെ തന്നെ കഴിയുമല്ലോ. എത്ര സ്പീഡിലെടുത്താലും ഒരു 2 മണിക്കൂർ മതിയായിരിക്കും നമ്മൾ കുക്കിംഗ് കഴിയാനായിട്ട്. കുക്കിംഗ് ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിലോട്ട് വരുന്ന ആ ഒരു ടൈം തന്നെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുക്കിംഗ് ഇവിടെ കഴിയുമ്പോഴേക്കും നമ്മളെ ഡ്രസ്സും അവിടെ അലക്കി കഴിഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു വന്നത് എല്ലാത്തിനും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയങ്ങൾ നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിക്കിന്ന് ഉച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് കേട്ടോ ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചോറങ്ങ് മാറ്റി വെക്കും. നാളെ സ്കൂളിലേക്ക് മക്കൾക്ക്
ലഞ്ചിന് കൊടുത്ത് വിടുന്നത് ഈ ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കും. പിന്നെ ഈ സൺഡേ കഴിഞ്ഞ് വരുന്ന മൺഡേ എന്ന് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ ഒരു ഹാങ് ഓവർ തീർന്നിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്, അഥവാ തിങ്കളാഴ്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഈസി അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഒരു ബിരിയാണിയാണ് സ്കൂൾക്കും കൊണ്ടുപോകാൻ. അപ്പോഴും ഒന്ന് ചെറുതായിട്ട് ലേറ്റായിട്ട് നമുക്ക് സാവധാനം എഴുന്നേറ്റ് വരാം എന്നുള്ളൊരു ആശ്വാസം. ചുരുക്കി പറഞ്ഞാൽ മൺഡേ മുതൽ സൺഡേ വരെ എൻ്റെ കയ്യിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് കരുതി 365 ദിവസവും ഇവിടെ മൊട്ടവും പഴയല്ല കേട്ടോ സൺഡേ. ഇടയ്ക്ക് ഞങ്ങൾ അതിനേക്കാളും മടി പിടിച്ചാൽ ഉഴുന്നുവട ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കാറും ഉണ്ട്. ഉഴുന്നുവട എന്ന് പ്രത്യേകം പറയാൻ കാരണം ഞാൻ ഉണ്ടാക്കിയാൽ ഉഴുന്നുവട ശരിയാവാറില്ല. അതുകൊണ്ട് വല്ലപ്പോഴും സൺഡേയിൽ നമ്മൾ ഉഴുന്നുവട വാങ്ങിക്കും, പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അതുപോലെ പഴം പുഴുങ്ങിയതുണ്ടല്ലോ, അതിന് പകരം ഞാൻ ചിലപ്പോൾ പഴം പൊരിയാക്കും രാവിലെ ഞായറാഴ്ച. അതെൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. സമയവും മൂഡൊക്കെ അനുസരിച്ചിട്ട് അതെങ്ങനെ റെസിപ്പി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ ദമ്മ് പൊട്ടിക്കൽ കഴിഞ്ഞ് ഇനി ചൂടോടെ ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ടാസ്ക് വീണ്ടും ഇവൾക്ക് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ദേ ഞാൻ വെള്ളം എടുക്കാനായിട്ട് പോയ ഗ്യാപ്പിൽ മൂപ്പര് ജനൽ തുറക്കാനായിട്ട് മേലോട്ട് കയറണതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്ത് എന്നൊന്നുമില്ല കേട്ടോ. ഇവിടെയും അവിടെയും ചിലപ്പോൾ ഹാളിൽ സോഫയിലാണ് മിക്കവാറും. ഇത്രയൊക്കെ കിച്ചണിൽ സൗകര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ TV കാണല്ല എങ്കിൽ കൂടി ആ സോഫയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ശീലം എന്ന് പറയുന്നത്. എന്നെക്കാളും കൂടുതൽ മക്കളാണ് കേട്ടോ അവിടെ പോയി കഴിക്കുന്നത്. ഞാൻ ഇവൾക്ക് വേണ്ടി ചിലപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് കഴിക്കും. ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ ആദ്യം വാമിക്ക് എടുത്ത് കൊടുക്കൂട്ടാ. എന്നിട്ട് പിന്നെ അവിടുന്ന് മാറ്റിയതിന് ശേഷം ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ആസ്വദിച്ച് കഴിക്കാനൊന്നും സമയമില്ല, എനിക്ക് പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം വാരി കൊടുത്ത് അതൊന്ന് ഫുള്ളാക്കുന്നുണ്ട്. അവൾ അവിടെ ഇരുന്ന് അത് ഫുള്ള് കഴിച്ചില്ല കേട്ടോ. വീണ്ടും ഞാൻ സോഫയിലേക്ക് പോയിട്ട് അവൾക്ക് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് അവൾ ഫുള്ള് കഴിച്ചത്. അല്ല, ഇതൊക്കെ അപ്പോൾ നിങ്ങളോട് എന്തിനാ പറയുന്നത് എന്നായിരിക്കുമല്ലേ. ബേക്കിങ്ങും കുക്കിങ്ങും പോലെ എൻ്റെ മറ്റൊരു പാഷനാണ് ഈ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.